ഇംഗ്ലീഷ് എക്സാം ആണോ? പഠിച്ചായിരുന്നോ? വിദ്യാഭ്യാസ മേഖല എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? വിദ്യാഭ്യാസ മേഖലത്തേക്ക് ഇതുപോലെ തന്നെ ഇത് മതി. പോർഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ തീർക്കുന്നുണ്ട്, ബുക്കൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട്, എല്ലാം ഓക്കെ അല്ലേ? പക്കയാണല്ലോ. എല്ലാം പക്കയാണെന്ന് പറയാൻ പറ്റൂല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെയും വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വരുന്നു, അതായത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എളുപ്പമായ കൊള്ളായിരുന്നു. ക്രിസ്മസ് എക്സാമിനൊക്കെ മാത്സ് ഒക്കെ തോന്നിയത്. അപ്പോൾ അത് ഈ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ഇതായിട്ടായിരിക്കും, കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഭയങ്കര പാടാകുമ്പോൾ അവിടുത്തെ കോൺഫിഡൻസ് മൊത്തം പോകും. അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര പാടാണ്. ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എളുപ്പം. ഇംഗ്ലീഷ് പഠിച്ചായിരുന്നോ? സിലബസ് മൊത്തം കവർ ചെയ്തോ? വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്റർ ഒക്കെ എടുത്തുള്ള ടൈം കഴിഞ്ഞില്ലേ? നമുക്ക് +1 എങ്ങനെ എഴുതണം എന്ന് അറിഞ്ഞൂടാ, ഡബിൾ പാസ് എന്നാണ് പറയണത്. അപ്പം അതിനനുസരിച്ച് പഠിക്കണം. മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം കുറച്ച് ടഫായിരുന്നു. സിലബസ് ഒക്കെ കവർ ചെയ്തായിരുന്നു. ഹായ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കഴിഞ്ഞില്ല, തുടങ്ങാൻ പോകുന്നേ. പ്ലസ് വൺ ആണ്. ഇന്ന് ഏത് സബ്ജക്റ്റാ? ഇംഗ്ലീഷ് ആണ്. എല്ലാം പഠിച്ചായിരുന്നു. മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മോഡൽ എക്സാം കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ഫിസിക്സ് പാടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. മലയാളമായിരുന്നു സംസ്കൃതമായിരുന്നു? മലയാളം. മോഡൽ എക്സാം ആയിരുന്നു, ഫൈനൽ എക്സാം ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻ പേപ്പർ? മോഡൽ എക്സാം. വിചാരിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു വന്നത്? കുഴപ്പമില്ലാതെ എല്ലാം എഴുതാൻ പറ്റി. A+ കിട്ടും? A+ കുഴപ്പമില്ല, കിട്ടും. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നന്നായിരുന്നു. എല്ലാം എഴുതാൻ പറ്റിയായിരുന്നു. ടൈം എങ്ങനെയായിരുന്നു? മലയാളം എക്സാം ആയിരുന്നു, അപ്പോൾ ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം മാനേജ്മെന്റ് ചെയ്ത് എഴുതാൻ പറ്റിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു.